പറയുന്നല്ലേ നമ്മളെ പറഞ്ഞ ഞാൻ ബിജു താന്നിക്കാക്കുഴി പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് പുതുപ്പാടി നടക്കുന്നത്. മലപ്പുറം മേഖലയിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് പുതുപ്പാടിയിലെ വെസ്റ്റ് കൈതപ്പൊയിലിൽ ഇത് 3-ാം പ്രാവശ്യമാണ് ഈ കക്കൂസ് മാലിന്യം തള്ളുന്നത്. ആദ്യം 17/1 വേറൊരു വാഹനത്തിൽ വന്ന് നമ്മൾ കക്കൂസ് മാലിന്യം തള്ളിയത് വണ്ടിയുടെ നമ്പർ അടക്കം പോലീസിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. കൃത്യമായൊരു നടപടി ഈ കാര്യത്തിലുണ്ടായില്ല. 2 ദിവസം മുമ്പ് 22-ാം തീയതി ഈ വാഹനം തന്നെ വന്ന് അവിടെ വന്ന് ആ ഒരു മുസ്ലിം പള്ളിയുടെ അടുത്ത് തന്നെ കക്കൂസ് മാലിന്യം തള്ളുകയുണ്ടായി. ഞങ്ങൾ ട്രേസ് ചെയ്ത് അന്ന് മുതൽ ആ നാട്ടുകാർ ഇതിനു വേണ്ടി കാത്തിരിക്കരുത്. ഇന്ന് വീണ്ടും വെളുപ്പിനെ രാവിലെ ഇതേപോലെ ഈ കക്കൂസ് മാലിന്യമായി വന്ന വാഹനം ആ നാട്ടിലെ ജനങ്ങൾ കയ്യോടെ പിടിച്ചു. നമുക്കറിയാലോ, ഒരു കക്കൂസ് മാലിന്യം ഒരു പൊതുസ്ഥലത്ത്, പ്രത്യേകിച്ച് അവിടെ ഒരു കോളനിയാണ്, തരിശിയും പുഴങ്കുന്നും അടക്കമുള്ള ഒരു കോളനിയിൻ്റെ അടുത്ത് കൊണ്ട് തട്ടി വയലിൻ്റെ അടുത്ത് മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി അടക്കമുള്ള മേഖലയിൽ ഇതൊരു സ്ഥിര ഏർപ്പാടാക്കി ഇവർ മാറ്റിയിരിക്കുകയാണ്. ആരോടൊക്കെയോ കരാറെടുത്ത് എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്കാണ് കൊണ്ടുപോകുന്ന രീതിയിൽ ഇത് ചെയ്യുകയും പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ പ്രവൃത്തി നടത്തുന്ന ആളുകളെ കണ്ടെത്തുകയും ആ നാട്ടുകാരും അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ ഷർഫും അടക്കമുള്ള ആളുകൾ കുറേ ദിവസമായി ഇതിനു വേണ്ടി മെനക്കെട്ട് പിടിച്ചു. ഇങ്ങനെയുള്ള നടപടികൾ എന്താ പറയുക, ഇതുപോലുള്ള ആളുകളുടെ ഭാഗത്തുണ്ടാകാനുള്ള കൃത്യമായ നിയമ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്തും സ്വീകരിക്കും. ബിരിയാണി ചോറൊക്കെ വാങ്ങിച്ചാൽ ഷാജിയെ വണ്ടി നമ്പർ ഒറിജിനലാണോ? നമ്പർ തന്നെയാണ്, പക്ഷേ ഇതിന് ഫിറ്റ്നസ് ഇല്ല. ഇനിയുണ്ടോ?